പണമില്ലാത്തവൻ പിണം എന്നുണ്ട്. സത്യമാണ്. പല സന്ദർഭങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പണത്തിൻ്റെ പ്രതാപത്തിൻ്റെ ഒക്കെ ഒരു ഇത് സ്ഥാനം എന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യം വരുമാനമുള്ളവരാണ് അല്ലെങ്കിൽ പണമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സമൂഹം ഒരു പ്രത്യേക വില നൽകും. നമ്മളൊരു ഫംഗ്ഷന് ചെന്നാലും നമ്മളെ അവിടെ ഉള്ളവർ സ്വീകരിക്കുന്നത് ആ രീതിയിലായിരിക്കും. ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഏത് ഫംഗ്ഷന് നിങ്ങൾ പൊക്കോളൂ, നിങ്ങൾക്കൊപ്പം നിങ്ങൾക്കറിയാവുന്ന പലരും കാണും. അതിൽ ഒരു പണം ഉള്ള ആൾ ചെന്ന് കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവരും ചുറ്റും ഉള്ളവരും അവരെ സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് നൽകുന്നതിനേക്കാട്ടും കൂടുതൽ സ്വീകരണം അവർക്ക് നൽകും. എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ടാകാം. നമുക്ക് പണമുണ്ട്, നമുക്ക് വലിയ സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ നമ്മളെക്കാൾ താഴേക്ക് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ വീടുകളിലേക്ക് നമ്മൾ ചെന്ന് നമുക്ക് പ്രത്യേക ഒരു സ്വീകരണം തന്നെ അവർ നൽകും. അത് ഒരു ഫംഗ്ഷനൊക്കെ ചെന്നാൽ ഉറപ്പാണ്. അതുപോലെ തന്നെ ഒരു സ്ഥാനം അലങ്കരിക്കുന്നവരാണെങ്കിലും നമ്മളൊരു സന്ദർഭങ്ങളത്തേക്ക് നമ്മൾ ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അവരൊരു പ്രത്യേക സ്ഥാനം നൽകി സ്വീകരിക്കും. അപ്പം ഇത് നമുക്ക് സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. പണം സ്ഥാനമാനങ്ങൾ ഇങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന ഒരു സ്ഥാനം. അതുകൊണ്ട് തന്നെയാണ് പലരും തങ്ങൾക്കും ആ ഒരു ലെവലിലേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പം കുട്ടികളാണെങ്കിൽ തന്നെയും മറ്റുള്ള രീതിയിലേക്ക് പണം എന്ന ചിന്തയുമായി പോകുന്നത് എന്തുകൊണ്ടാണ്? പണം അവർക്ക് നൽകുന്ന അംഗീകാരവും കൂടുതൽ സ്വാതന്ത്ര്യവും ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റും എന്നുള്ള തോന്നലും കൊണ്ടാണ്. ഇപ്പോൾ സിനിമകളിലൊക്കെ കാണുന്നത് കുറേയൊക്കെ അവർ അനുകരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുഞ്ഞിലെ തൊട്ട് ആദ്യമൊന്നും നമ്മളെ എല്ലാ വീടുകളിലും TV ഒന്നുമില്ലല്ലോ. ആ ഒരു കാലഘട്ടത്തിൽ ഈ ഞായറാഴ്ചയല്ല ദൂരദർശനിലൊരു സിനിമ വരുന്നത്. അപ്പം സിനിമ കാണാൻ പോവാണെങ്കിൽ സത്യം പറഞ്ഞാൽ എൻ്റെ കൂടുതലൊക്കെ എന്നെ കൊണ്ടുപോകാനൊരു പേടിയാണ്. കാരണം ഞാൻ ചെറുതാണ്. അപ്പം എനിക്ക് ഈ ഇടിയുള്ള സിനിമയൊന്നും ഇഷ്ടമല്ല. ഇടിയൊക്കെ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ കൊല്ലാൻ പോകുന്നതൊക്കെ പറഞ്ഞാൽ ഞാൻ കണ്ണും പൊത്തിയിരിക്കും. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇഷ്ടമല്ല, എനിക്ക് പേടിയാണ് അങ്ങനെയൊക്കെ ഉള്ളൊരു സീൻ കാണാൻ. അത് മനസ്സിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ ബാക്കിയുള്ളതൊക്കെ ഓക്കെ. പക്ഷേ അവരെ കുത്തുന്നതും എന്നൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ഇതാണ്. അതുപോലെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് സീന് ആണെങ്കിൽ ആ സൂചി വരുമ്പോഴേ ഇപ്പം ഇഞ്ചക്ഷൻ എടുക്കും, ഞങ്ങൾക്ക് നോക്കത്തില്ല. കാരണം അങ്ങനെ ഒരു വേദന എന്ന് പറയുന്നത് എനിക്കൊരു വല്ലാത്തൊരു ഫീലിംഗാണ്. അപ്പം ഇന്നത്തെ കാലത്തോ അന്നത്തെ എൻ്റെ ഒരു മൈൻഡ് അങ്ങനെയാണ്. അങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ നേരിട്ട് ചെയ്യുന്നതാണ് എന്നൊക്കെ ഉള്ള ഒരു ഫീൽ. ചിലപ്പോൾ ഇഞ്ചക്ഷൻ്റെയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള ഷോട്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഇവർ തന്നെ നമുക്ക് തോന്നിപ്പോവും അവരുടെ കയ്യിൽ തന്നെ കുത്തുന്നതാണോ എന്നുള്ള രീതിയിൽ എടുക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ആയിരിക്കാമെന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു നിസ്സാര കാര്യമായിട്ടാണ്. അങ്ങനെ ഈ വെട്ടുക കുത്തുക ഇതൊക്കെ പിള്ളേർ അത് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെ അവർക്കൊരു പേടിയില്ല. ഇപ്പം ഞങ്ങൾ TV കാണുകയാണെങ്കിൽ ഇവള് TV-യിലൊക്കെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ചില സീൻസൊക്കെ ഇങ്ങനെയുള്ള വരുമ്പോഴത്തേക്കും ഞാൻ ഇവളെ ശ്രദ്ധിക്കും. ഇവൾക്കും വല്ല വ്യത്യാസം ഉണ്ടെന്ന്. പക്ഷേ ഇവളിങ്ങനെ തന്നെ നോക്കിയിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാവും വെറുതെ എന്തോന്ന് കാണുന്നതല്ലാതെ ഇവൾക്ക് മനസ്സിലാകാനുള്ള ടൈം ആയിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത്. ഇങ്ങനെ പക്ഷെ പറഞ്ഞു കൊടുക്കും, ഒത്തിരി പേടിക്കൊന്നും വേണ്ടത് അങ്ങനെ ചെയ്യുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഇപ്പോഴേ അവർക്ക് പറഞ്ഞൊക്കെ കൊടുക്കും. അപ്പം ഇന്നത്തെ കുട്ടികളെ ഇച്ചിരി അറിവും മനസ്സിലാക്കാനൊക്കെ തുടങ്ങി കഴിയുമ്പോൾ ഇവർക്ക് ഈ വെട്ടും കുത്തും ഈ ചോര കാണുന്നതൊന്നും അവർക്കൊരു പ്രശ്നമല്ലാത്ത രീതിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണല്ലോ അവരുടെ മനസ്സും മാറി തങ്ങൾക്കും പലതും പറ്റും, എതിർത്ത് പറയാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിലേക്ക് പോകുന്നത്. ആ പണം എന്നുള്ള ആഗ്രഹം അവരുടെ ഉള്ളിലേക്ക് വരുന്നതും ഈ സിനിമകൾ കണ്ടിട്ടാണ്. ഏതൊക്കെ മോഡൽ ഡ്രസ്സ്, ഹെയർ സ്റ്റൈല്, വാച്ച്. എൻ്റെ അച്ഛനും പെട്ടെന്ന് വന്ന ഒരു വാക്കാണ്. എൻ്റെ അച്ഛൻ പണ്ട് കാലത്തെ ജിമ്മിൽ പോകുന്ന ഒരാളാണ്. എൻ്റെ അനിയനും വാങ്ങലുണ്ട്. എൻ്റെ അനിയന് ഇഷ്ടംപോലെ വാച്ചുകളുണ്ട്. കഴിഞ്ഞ ദിവസം കുറേ വാച്ചുകൾ. ഞാൻ ചോദിച്ചത് ഇത് എന്തിനാണ്? അത് വാച്ചിൻ്റെയൊക്കെ വില കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവമേ ഇത്രയും വിലയുടെ വാച്ചോ. എൻ്റെ അമ്മയാണേലും വഴക്ക് പറയും,
പിന്നെ ഞാനോർക്കും അവൻ വിയർത്തുണ്ടാക്കുന്ന, അവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് അവൻ്റെ ഇഷ്ടാനുസരണം എന്താണ് ഇഷ്ടമനുസരിച്ചുള്ള ഫോണുകൾ പിന്നെ വാച്ചോ ഡ്രസ്സോ ഒക്കെ വാങ്ങിക്കട്ടെ. വേറെ ആരും കൊടുത്തതല്ലല്ലോ, അവൻ ജോലി ചെയ്യുന്ന കാശല്ലേ എന്ന് ഞാനും ചിന്തിക്കും. അമ്മ പറയുമ്പോൾ ഞാനും ചിന്തിക്കും, അമ്മ അങ്ങനെ പറയണ്ട, അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചെയ്യട്ടെ, അവന് സന്തോഷം നൽകുന്ന കാര്യമല്ലേ, അവൻ അധ്വാനിക്കുന്നതല്ലേ, വീട്ടിലെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ അവൻ്റെ ഇഷ്ടാനുസരണം വാങ്ങിക്കട്ടെ എന്ന് പറയും. വിലയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ചോദിക്കും, അമ്മയും ചോദിക്കും. പിന്നെ കഷ്ടപ്പെടുന്നവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്കെന്താണ്, അത് തന്നെ. അപ്പം ഇന്നത്തെ കാലഘട്ടം മാറിയിരിക്കുന്നു. നമ്മളൊക്കെ പണ്ടൊക്കെ ഒരു വാച്ച് കിട്ടും. എൻ്റെ ഒരു ഓർമ്മ, എനിക്ക് വാച്ച് സ്ട്രാഫിൻ്റെ ആണെങ്കിൽ കുറച്ച് ഉള്ള വിയർപ്പൊക്കെ തങ്ങുമ്പോൾ കൈക്ക് ചൊറിച്ചിലുണ്ടാകും. അതുകൊണ്ട് ഞാൻ വാച്ച് ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയാണ്. വാച്ചൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ. അതുകൊണ്ട് ഒരു വിഷമമുണ്ട്. അനിയനാണെങ്കിലും ഉണ്ട് അങ്ങനെ അടുത്ത്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്നറിയാം, മറ്റേ ടേപ്പുണ്ടല്ലോ, ടേപ്പൊക്കെ വെച്ച് ഇങ്ങനെ അറിയാത്ത രീതിയിൽ താഴ്ഭാഗത്തൊക്കെ ഇങ്ങനെ ടേപ്പ് ചെയ്തൊക്കെ കൊടുക്കുമായിരുന്നു ചില വാച്ചുകൾക്കൊക്കെ. ഇപ്പം പിന്നെ അങ്ങനത്തെ ഉള്ള പുതിയ മോഡലൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അപ്പം ചിലതൊന്നും പ്രശ്നമില്ലാത്തതുണ്ട്. ഞാൻ പറഞ്ഞ് അങ്ങ് പോവുകയാണ്. അപ്പം എന്താണ്, പണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു എന്താ പറയുക ആഗ്രഹം തന്നെയാണ്. പണമുള്ളവർക്കൊരു പ്രത്യേക സ്ഥാനം നമ്മുടെ സമൂഹം നൽകുന്നത് കൊണ്ടാണ് പലപ്പോഴും പണം ഉണ്ടാക്കണമെന്നുള്ള ചിന്ത മനുഷ്യർക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. പണം മനുഷ്യരുടെ മനസ്സിനെ മാറ്റാതിരുന്നാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളായിട്ടിരിക്കുക, പണത്തിന് വേണ്ടി എന്തും ചെയ്യും എന്ന ഒരു രീതിയിലേക്ക് മാറാതിരിക്കുക. എന്താ, നാണം കെട്ടും പണം ഉണ്ടാക്കുകയിൽ നാണക്കേട പണം തീർത്തിടും എന്നാണ് പറയുന്നതെങ്കിലും അങ്ങനെ ഒരു നാണക്കേടുണ്ടാക്കുന്ന പണം എപ്പോഴും മനസ്സിൽ അതൊരു കളങ്കമായി നിൽക്കും. എപ്പോഴെങ്കിലുമൊക്കെ നമ്മളതിനെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. ശരിയല്ലേ?